ഹലോ, ഞാൻ ജോലിയും കഴിഞ്ഞ് വന്ന് ഒരു ചായയും കുടിച്ചിട്ട് ഈ പൊട്ടിക്കുന്നത് മീഷോ എന്നുള്ളൊരു പാഴ്സലാണ്. ഇതെല്ലാം ഇന്നത്തെ ദിവസം തന്നെ ഡെലിവറായ മീഷോന്ന് ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പെട്ടി തുറന്നപ്പോൾ തന്നെ എനിക്ക് സങ്കടമായിരുന്നു. ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി. കാരണം നമ്മൾ ഈ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന പോലത്തെ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് ഒരു 3 ഓർഡർ ചെയ്തത്. പക്ഷേ വന്നതാണെങ്കിലോ പാണ്ടയുടെ ലഞ്ച് ബോക്സ്, ഈ പിള്ളേർക്കൊക്കെ കൊടുത്തു വിടുന്ന പോലത്തെ ഒരു ലഞ്ച് ബോക്സ്. എനിക്ക് ആകെ സങ്കടമായിപ്പോയി. പലരും പറഞ്ഞിട്ടുണ്ട് മീഷോന്ന് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ ബ്ലണ്ടേഴ്സൊക്കെ സംഭവിക്കുന്നു. പക്ഷേ ആദ്യത്തെ പെട്ടി പൊട്ടിച്ചപ്പോൾ തന്നെ എനിക്കുള്ള പണിയാണല്ലോ ദൈവമേ എന്ന് ആലോചിച്ചപ്പോൾ. പക്ഷെ കാണാനൊക്കെ കൊള്ളാം, പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും. പക്ഷേ ഇതെനിക്ക് എന്തിനാ, ഞാൻ അപ്പോൾ തന്നെ അത് റിട്ടേൺ അടിച്ചു. എനിക്കത് വെച്ചിട്ട് ഒരു കാര്യമില്ല. രണ്ടാമത്തെ ബോക്സ് ഞാൻ അൺബോക്സ് ചെയ്യുന്നത് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടാണ്. കാരണം ആദ്യത്തെ തന്നെ ഇങ്ങനെയാണല്ലോ, പിന്നെ രണ്ടാമത്തെ എന്താണ് അതിനകത്ത് വച്ചേക്കണേന്ന് ആർക്കറിയാം. എന്താ പറയുക, നമ്മൾ ഓർഡർ ചെയ്തത് ഒരു സാധനം, വന്നത് വേറൊരു സാധനം. പക്ഷേ ഇത് എനിക്ക് കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. കാരണം അതിനകത്ത് 2 ബൗളാണ് പറഞ്ഞത്. പക്ഷേ വന്നതാണെങ്കിൽ ഒരു ബൗളും. കുറച്ച് അറ്റവും മൂലമൊക്കെ ചെറിയൊരു എന്താ പറയുക സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സാധനം കൊള്ളാം. ഞാനിത് പ്രത്യേകം വാങ്ങാൻ കാരണം എനിക്കിവിടെ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ കഴിക്കാനോ ഓട്സ് കഴിക്കാനോ ഒന്നും എനിക്ക് പാത്രമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. 2 വാങ്ങിച്ചാൽ എനിക്കും ബിജുവിനും ആവുമല്ലോ എന്ന് വിചാരിച്ചത്. പക്ഷേ വന്നത് ഒന്നാണ്. ഓക്കെ, അതിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ അടുത്തത് കത്തി എനിക്ക് ഇവിടെ ഇല്ലാത്തതൊന്നുമല്ല. പക്ഷേ എനിക്കെന്തോ കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു ഇഷ്ടം തോന്നി. പിന്നെ അതിൻ്റെ കൂടെ ആ ഒരു സാധനം, അത് നമ്മൾ മറ്റേ കത്തി ഇങ്ങനെ ഷാർപ്പൺ ചെയ്യണ ഒരു സാധനമാണ്. അതെൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ അമ്മയുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഓക്കെ, എന്നാൽ പിന്നെ ഇതൊരു സെറ്റായിട്ട് അങ്ങ് വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയൊരു കത്തി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കത്തിയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷേ നല്ല മൂർച്ചയുള്ളൊരു കത്തിയാണ്. കൊണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങ് പൊളന്നു പോകുന്ന പോലത്തെ നല്ലൊരു കത്തിയാണ് വാങ്ങിച്ചത്. അതിൽ ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ ഓക്കെ, 2 ഓക്കെ ആയിരുന്നു. ഞാൻ അടുത്ത പെട്ടി പൊട്ടിക്കാൻ തുടങ്ങി. അതിലിനി എന്താണാവോ വന്നേക്കണേന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ തുറന്നു നോക്കി. അതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഈ വാങ്ങിച്ച കത്തികൾ വയ്ക്കുന്ന ഒരു സ്റ്റാൻഡ്. എനിക്കിവിടെ കത്തി വയ്ക്കാൻ സ്റ്റാൻഡൊന്നുമില്ല. ഞാനിങ്ങനെ വലിച്ചു വാരിയാണ് കത്തിയൊക്കെ വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു സ്റ്റാൻഡ് വാങ്ങിച്ചു. ഇതെല്ലാം എനിക്കൊരു 1500 രൂപയ്ക്കുള്ളിലാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചത്. ആ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. എൻ്റെ ആദ്യത്തെ പെട്ടി പൊട്ടിച്ചപ്പോൾ ഇച്ചിരി ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നെങ്കിലും ബാക്കി 3 സാധനങ്ങളും ഓക്കെ ആയിരുന്നു. പിന്നെ ഒരു സാധനം കൂടി വന്നായിരുന്നു, അത് ഞാൻ ഇതിനകത്ത് കാണിക്കാൻ ഞാൻ മറന്നുപോയി. അത് ഞാൻ ഇനി അടുത്ത എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആകെപ്പാടെ പ്രശ്നം വന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഈ പാണ്ടേനെ ഞാൻ എന്തായാലും തിരിച്ചു കൊടുക്കുകയാണ്.